UFC ചരിത്രത്തിലെ ഏറ്റവും വയലന്റായ പോരാട്ടങ്ങളിലൊന്ന് റോബി ലോലർ വേഴ്സസ് റോറി മക്ഡൊണാൾഡ് 2. മൂക്ക് തകർന്ന് ചോരയിൽ കുളിച്ചു നിൽക്കുന്ന റോറി മക്ഡൊണാൾഡിനെയും ഇടികൊണ്ട് ചിറി രണ്ടായി പിളർന്നു നിൽക്കുന്ന റോബിയെയും പെട്ടെന്നൊന്നും നമുക്ക് മറക്കാൻ സാധിക്കില്ല. UFC ചരിത്രത്തിലെ ഏറ്റവും ബ്രൂട്ടൽ മാച്ചുകളിൽ ഒന്നായിരുന്നു ഇത്. എത്ര ഇടികൊണ്ടിട്ടും ചോരയിൽ കുളിച്ചിട്ടും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞു പോരാടുന്ന രണ്ടുപേർ. സിനിമയിൽ മാത്രം നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നൊരു രംഗം. പക്ഷേ UFC 187 അങ്ങനെയൊരു രംഗം നമ്മൾ നേരിട്ട് കണ്ടു. UFC ലെജൻഡായ GSP-യുടെ ശിഷ്യനായിരുന്നു റോറി മക്ഡൊണാൾഡ്. അതുകൊണ്ട് തന്നെ അന്ന് എല്ലാവരും റോറിയെ അടുത്ത GSP ആയി കരുതിയിരുന്നു. നിസ്സംഗഭാവത്തിൽ ഒക്ടഗണിലേക്ക് വരുന്ന റോറി മക്ഡൊണാൾഡ് വളരെ കൗതുകമുണർത്തുന്ന ഒരു ഫൈറ്റർ ആയിരുന്നു. പ്രോഗ്രാം ചെയ്തു വെച്ചതുപോലെയുള്ള ഫൈറ്റിംഗ് സ്റ്റൈൽ, GSP-യോടൊത്തുള്ള ട്രെയിനിങ് എല്ലാം അവനെ ഒരു കില്ലറാക്കി മാറ്റിയിരുന്നു. UFC 167 റോബി ലോലറിനോട് ഒരു ക്ലോസ് ഫൈറ്റിൽ തോറ്റുവെങ്കിലും അതിനുശേഷം ഡാമിയൻ മിയ, ടൈറൺ വുഡ്ലി എന്നിവരെ തോൽപ്പിച്ചുകൊണ്ട് ടൈറ്റിൽ ഫൈറ്റിന് അർഹത നേടി. റോബി ലോലർ MMA-യിലെ ഏറ്റവും പഴയ ഫൈറ്റേഴ്സിൽ ഒരാളായിരുന്നു. UFC-യിൽ 2002 അരങ്ങേറ്റം കുറിച്ചെങ്കിലും ശേഷം വിവിധ പ്രൊമോഷനുകളിൽ മാറി മാറി മത്സരിച്ചു. എങ്കിലും തന്റെ പൊട്ടൻഷ്യൽ മുഴുവനായി പ്രയോഗിക്കാൻ അയാൾക്ക് ഇവിടെയും കഴിഞ്ഞിരുന്നില്ല. എന്നാൽ 2013 UFC-യിലേക്ക് തിരിച്ചെത്തിയ റോബി വയലന്റ് മാത്രമല്ല, ഒരു പെർഫെക്റ്റ് ഫൈറ്റർ കൂടിയായി മാറിയിരുന്നു. ഈ സമയം GSP വിരമിച്ചപ്പോൾ വേക്കന്റായ വെൽട്ടർ വെയ്റ്റ് ചാമ്പ്യൻഷിപ്പിനായി 2014 ജോണി ഹെൻഡ്രിക്സിനോടുള്ള ഫൈറ്റിൽ ടൈറ്റിൽ നഷ്ടപ്പെട്ടു. എങ്കിലും ജെയ് കെലൻബർഗർ, മാറ്റ് ബ്രൗൺ എന്നിവരെ തോൽപ്പിച്ചുകൊണ്ട് ചാമ്പ്യൻഷിപ്പ് റീമാച്ചിന് അർഹത നേടി. അങ്ങനെ ലോലർ ഹെൻഡ്രിക്സിനെ ഡിസിഷനിൽ തോൽപ്പിച്ചുകൊണ്ട് പുതിയ വെൽട്ടർ വെയ്റ്റ് ചാമ്പ്യനായി നിൽക്കുന്നു. ആദ്യമായി തന്റെ വെൽട്ടർ വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഡിഫെൻഡ് ചെയ്യാൻ ഒരുങ്ങുമ്പോൾ എതിരായി വന്നത് റോറി മക്ഡൊണാൾഡ് ആയിരുന്നു. 2015 ജൂലൈ 11 MGM ഗ്രാൻഡ് ഗാർഡൻ അറേനയിൽ ഇവർ തമ്മിലുള്ള മത്സരത്തിന് വേദിയൊരുക്കി. രണ്ടുപേരും ഒക്ടഗണിലേക്ക് വന്നു നിന്ന് കൈകൊടുത്തുകൊണ്ട് ഒന്നാം റൗണ്ട് തുടങ്ങി. ആദ്യ റൗണ്ടിൽ രണ്ടുപേരും വളരെ ശ്രദ്ധയോടെയാണ് തുടങ്ങിയത്. പരസ്പരം നീക്കങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് മുൻപോട്ട് പോയി. എങ്കിലും ലോലർ കുറച്ച് അഗ്രസീവായി മുൻപോട്ട് വന്ന് ഫൈറ്റ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ മക്ഡൊണാൾഡ് തന്റെ ജാബുകൾ ഉപയോഗിച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തു. അവസാന മിനിറ്റിൽ റോബി ഒരു ലെഫ്റ്റ് ഹാൻഡ് പഞ്ച് ലാൻഡ് ചെയ്തുവെങ്കിലും റോറി ഒന്നും സംഭവിക്കാത്തതുപോലെ തന്നെ മുൻപോട്ട് പോയി. രണ്ടാം റൗണ്ടിലേക്ക് കടന്നപ്പോൾ റോബി തന്റെ പെർഫെക്റ്റ് ഗെയിമിലേക്ക് കടന്നതുപോലെയാണ് തോന്നിയത്. റോബിയുടെ ലെഫ്റ്റ് സ്ട്രൈറ്റുകളും ജാബുകളും റോറിയുടെ പ്രതിരോധം തകർത്തുകൊണ്ട് ലാൻഡ് ചെയ്യുവാൻ തുടങ്ങി. ബോഡി കിക്കുകൾ നന്നായി വേദനിപ്പിച്ചുവെന്ന് തോന്നി. റോറി എന്ത് ചെയ്താലും അതിന് കൃത്യവും പവർഫുള്ളുമായ കൗണ്ടറുകൾ വന്നുകൊണ്ടേയിരുന്നു. റോറിയുടെ മൂക്കിൽ നിന്നും ചോര ഒഴുകുവാൻ തുടങ്ങി. റോറി മത്സരത്തിൽ നിന്നും പതിയെ മാഞ്ഞു തുടങ്ങിയതുപോലെ തോന്നി. റോബി ഡൊമിനേറ്റ് ചെയ്യുന്നു. മൂന്നാം റൗണ്ടിലും റോബി ലാൻഡ് ചെയ്തു തുടങ്ങിയപ്പോൾ താൻ പഞ്ച് ചെയ്യാൻ മുന്നിലേക്ക് ചെല്ലുമ്പോൾ ബ്രൂട്ടൽ കൗണ്ടർ വരുന്നു. ഒപ്പം മൂക്കും തകർന്നിരിക്കുന്നു. അയാൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് കിക്ക് ചെയ്യാൻ ആരംഭിച്ചു. റോറിയുടെ പെർഫെക്റ്റ് ടൈമിങ്ങിലുള്ള ഒരു കിക്ക് ലോലറിന്റെ ഹെഡിൽ പതിച്ചു. അയാൾ ആ കിക്കിന്റെ ആഘാതത്തിൽ ഉലഞ്ഞുകൊണ്ട് പിറകോട്ട് പോയി. അവസരം മുതലെടുത്തുകൊണ്ട് എൽബോയും നീയും പഞ്ചും എല്ലാം അഴിച്ചുവിട്ടു. അത്രയും നേരം റോബിക്കായി ആർത്തു വിളിച്ച ക്രൗഡിൽ നിന്നിപ്പോൾ റോറിയുടെ പേര് മാത്രം. റോബി തീർന്നെന്നു കരുതി. പക്ഷേ അത്രയൊക്കെ ഇടികിട്ടിയിട്ടും അയാൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. അങ്ങനെ റൗണ്ട് അവസാനിപ്പിച്ചുകൊണ്ടുള്ള ബെൽ മുഴങ്ങി. റോബി കഷ്ടിച്ചു രക്ഷപ്പെട്ടു എന്ന് പറയാം. നാലാം റൗണ്ടിലേക്ക് രണ്ടുപേരും വന്നത് ചോരയൊലിപ്പിച്ചുകൊണ്ടാണ്. പക്ഷേ മൂന്നാം റൗണ്ട് അവസാനിപ്പിച്ചിടത്തു നിന്നുമായിരുന്നു റോറി ആ റൗണ്ട് തുടങ്ങിയത്. കിക്കുകൾ, എൽബോകൾ, സ്ട്രൈറ്റ് പഞ്ചുകൾ, കോമ്പിനേഷനുകൾ. നെയ്റ്റ് ഡിയാസ് ഒഴിച്ച് ലോകത്തേതൊരു ഫൈറ്ററും വീണുപോകുന്ന തരം ആക്രമണം അഴിച്ചുവിട്ടു. പക്ഷേ ലോലറെല്ലാം ഏറ്റുവാങ്ങി വീഴാതെ പിടിച്ചു നിന്നു. നാലാം റൗണ്ട് അവസാനിപ്പിക്കാൻ 2 മിനിറ്റ് മാത്രം ബാക്കിയുള്ളപ്പോൾ റോബി മത്സരത്തിലേക്ക് അത്ഭുതകരമായി തിരികെ വന്നു. ജാബുകളും പഞ്ചുകളും കൊണ്ട് റോറിയുടെ ചോരയൊലിക്കുന്ന മുഖത്ത് പിന്നെയും മുറിവേൽപ്പിച്ചു. അങ്ങനെ നാലാം റൗണ്ട് ബെൽ മുഴങ്ങിയപ്പോൾ റോറിയും റോബിയും പരസ്പരം അടുത്തേക്ക് വന്നു നിന്നു. രണ്ടുപേരും 1 ഇഞ്ച് പോലും വിട്ടുകൊടുക്കാതെ ചോരയൊലിപ്പിക്കുന്ന മുഖവുമായി പരസ്പരം നിശബ്ദമായി നോക്കി നിന്നു. UFC ചരിത്രത്തിലെ ഏറ്റവും ഐക്കണിക് മൊമെന്റിന് സാക്ഷിയായ ക്രൗഡ് ആർപ്പ് വിളിച്ചു. അഞ്ചാം റൗണ്ടിലേക്ക് രണ്ടുപേരും വന്നത് അക്ഷരാർത്ഥത്തിൽ തകർന്ന ശരീരവും മനസ്സും ഒപ്പം ചോരയൊലിപ്പിക്കുന്ന മുഖവുമായാണ്. പക്ഷെ അവസാന റൗണ്ടിന്റെ തുടക്കത്തിൽ റോബിയുടെ ഒരു ലെഫ്റ്റ് ഹാൻഡ് പഞ്ച് റോറിയുടെ തകർന്ന മുക്കിലേക്ക് പതിച്ചു. ഇത്രയും നേരം ഏറ്റുവാങ്ങിയ ആക്രമണങ്ങളുടെ പരിണിത ഫലമെന്നോണം ഇനി ഒരു ചെറിയ പഞ്ച് പോലും കൊള്ളാൻ കഴിയില്ല എന്ന രീതിയിൽ റോറി നിലത്തേക്ക് കിടന്നു. റോറിയുടെ മുഖവും ശരീരവും മാത്രമല്ല, അയാളുടെ മനഃശക്തിയും തകർന്നിരിക്കുന്നു. റോബി ആ യുദ്ധം ജയിച്ചിരിക്കുന്നു. റഫറി വിജയിയെ പ്രഖ്യാപിക്കുമ്പോൾ റോറി തകർന്നിരിക്കുകയായിരുന്നു. ആ മത്സരം അങ്ങനെ തീർന്നുവെങ്കിലും ഈ മത്സരത്തിന് റോറി നൽകിയത് തന്റെ കരിയറായിരുന്നു. 25 വയസ്സ് മാത്രം പ്രായമുള്ള റോറി തന്റെ ആയുസ്സിൽ വാങ്ങാവുന്ന പണിഷ്മെന്റുകൾ മൊത്തം ഏറ്റുവാങ്ങിയിരുന്നു. അയാളുടെ മൂക്കും മുഖവും ഒരിക്കലും പഴയതുപോലെ ആയില്ല. UFC-യിലെ പിന്നീടുള്ള മത്സരങ്ങളിൽ അയാൾ താൻ ജയിക്കാനല്ല വന്നിരിക്കുന്നത് എന്ന രീതിയിലാണ് ഫൈറ്റ് ചെയ്തത്. പിന്നീട് റോറി തന്നെ പറഞ്ഞത്, ആ ഫൈറ്റ് എൻ്റെ ഉള്ളിലെ എന്തോ തകർത്തിരിക്കുന്നു. എനിക്ക് പിന്നീട് ഒരിക്കലും ഇതുപോലെ ഫൈറ്റ് ചെയ്യണമെന്ന് തോന്നിയിട്ടേയില്ല. UFC-യിൽ നിന്നും പോയി ബെല്ലറ്റർ ചാമ്പ്യനായെങ്കിലും പിന്നീട് 2022 റോറി ഫൈറ്റിങ്ങിനോട്
എന്നേക്കുമായി വിട പറഞ്ഞു. ഏറ്റവും പ്രോമിസിംഗ് ആയി വന്നുകൊണ്ട് ഒന്നുമാകാതെയുള്ള വിടപറച്ചിൽ. റോബി തന്റെ അടുത്ത മത്സരത്തിൽ കാർലോസ് കാൻഡിറ്റായി ഇതുപോലെയൊരു യുദ്ധം നടത്തി ജയിച്ചുവെങ്കിലും അതിനുശേഷം ടൈറൺ വുഡ്ലിയോട് ബെൽറ്റ് നഷ്ടപ്പെടുകയും പിന്നീട് ഒരിക്കലും തന്റെ ഫോമിന്റെ അടുത്തെങ്ങും എത്താനാവാതെ തോൽവികൾ ഏറ്റുവാങ്ങുകയും ചെയ്തു. 2023 അവസാന മത്സരം ജയിച്ചുകൊണ്ട് അയാൾ റിങ്ങിനോട് വിട പറഞ്ഞു, ഏറ്റവും വയലന്റായ ചാമ്പ്യൻ എന്ന പരിവേഷത്തിൽ.